പരിശുദ്ധവും പരിപാവനവുമായ ഒരുപാട് വിശ്വാസികളുടെ മനോനുകരങ്ങളെ അള്ളാഹുവിന്റെ മദീനയിലേക്ക് അടുപ്പിക്കുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച പകലിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അത്ഭുതത്തിന്റെ ഒരു സ്വലാത്ത്, അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയുന്ന സിഹർ പോലെയുള്ള മാരകമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറ്റാൻ കഴിയുന്ന ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ ഒരു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സ്വലാത്ത് പഠിക്കുകയും ചൊല്ലുകയും ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് പഠിക്കുവാനും പകർത്തുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഏറെ അജബുകൾ നിറഞ്ഞ പരിശുദ്ധവും പരിപാവനവുമായ മുഹറമിന്റെ ഒരു വെള്ളിയാഴ്ച പകലിലാണ് നാം ഉള്ളത്. അള്ളാഹു ഈ രാവും പകലുമെല്ലാം അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഒരു പെരുന്നാളാണ്. ഏറെ പ്രതിഫലങ്ങൾ നൽകുന്ന ദുആക്ക് ഇജാബത്തുള്ള അത്യത്ഭുതമായ മഹത്തരമായ പ്രതിഫലങ്ങൾ വാരിക്കോരി അള്ളാഹ് തരുന്ന സുന്ദരമായ നിമിഷങ്ങളുള്ള വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ആഴ്ചകളും നിങ്ങളെ ഞാൻ ഉണർത്താറുണ്ട്, ഇന്നും ഉണർത്തും. കാരണം ആർക്കെങ്കിലും ഒരു അശ്രദ്ധ വന്നാൽ ആ ഒരു കേൾവി കാരണം ആ അമൽ ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ കൂലി നമുക്ക് എല്ലാവർക്കും കിട്ടൂലേ? അള്ളാഹു ഈ സദസ് കൊണ്ട് അത് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. അതുകൊണ്ട് തന്നെ വിശദീകരിച്ച് വിപുലമാക്കി നിങ്ങളെ ഇരുത്തി വെറുതെ സമയം കളയണില്ല. കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച നമുക്കറിയാം, ഓതൽ പ്രത്യേകതരമായ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യണം, ഇഖ്ലാസ് നമ്മൾ വികരിപ്പിക്കണം, സ്വലാത്ത് വികരിപ്പിക്കണം. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകണം. അതുപോലെ നമ്മൾ നഖം മുറിക്കുക, നമ്മൾ കുളിക്കുക, ജുമയുടെ സുന്നത്തിന്റെ കുളിക്കുന്ന നിയത്ത് വെക്കുക, അതോടൊപ്പം നമ്മൾ സുഗന്ധം പൂശുക, നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, നേരത്തെ പള്ളിയിലേക്ക് പോവുക, മരണപ്പെട്ടവ ഖബർ സിയാറത്ത് ചെയ്യുക, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ. സാധാരണ വെള്ളിയാഴ്ച ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാൻ കാരണം എല്ലാ ആഴ്ചയും പറയുമ്പോൾ ഇങ്ങേർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിനുവേണ്ടി അശ്രദ്ധമായി പോയവരെ ഒന്ന് ഉണർത്തുന്നു എന്ന് മാത്രം. അതോടൊപ്പം ബന്ധുക്കളെ സന്ദർശിക്കുക, രോഗസന്ദർശനം നടത്തുക, മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതുക, അങ്ങനെ തുടങ്ങിയുള്ള സൽക്കർമ്മങ്ങൾ, സ്വതക്ക അധികരിപ്പിക്കുക, നല്ല ദിക്റുകൾ, സ്വലാത്തുകൾ, നാവ് കൊണ്ട് നല്ലത് പറയുക. ഇതെല്ലാം വെള്ളിയാഴ്ചയുടെ പവിത്രമായ പ്രതിഫലം വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ നേട്ടമുണ്ടാക്കി തരുന്ന കാര്യമാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹു അമൽ ചെയ്യാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഒരു ബൈത്ത്, 4 വരിയുള്ളൊരു ബൈത്ത് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പല വെള്ളിയാഴ്ചയും പറയണമെന്ന് വിചാരിക്കും, പക്ഷെ മനുഷ്യനല്ലേ മറന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ച മുതൽ എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ എൻ്റെ ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ ഈ പ്രാർത്ഥന, ഈ ഒരു ബൈത്ത് കാണാതെ പഠിക്കണം. നമ്മൾ എഴുതിയെടുത്ത് വീട്ടിന്റെ ഭിത്തിയിൽ എവിടെ ഒട്ടിച്ചു വെക്കണം, അല്ലെങ്കിൽ നിസ്കാര മുറിയിൽ ഒട്ടിച്ചു വെക്കണം. പണ്ടൊക്കെ നമ്മുടെ വല്ലുപ്പമാർ ഒച്ചത്തിൽ ഇത് പാടുമായിരുന്നു. അതാണ് സ്ക്രീനിൽ കാണുന്നത്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി. ഒന്നുകൂടി ചൊല്ലിക്കോ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി. ഇലാഹി ലസ്തു, പടച്ചവനെ ഈ സ്വർഗത്തിലേക്ക് കടക്കാൻ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല അല്ലാ, അതിന് ഞാൻ യോഗ്യനല്ല റബ്ബേ. വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി, നരകത്തിന്റെ പ്രവർത്തനങ്ങളാണ് എനിക്ക് കൂടുതൽ അല്ലാ. ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി, എനിക്ക് നീ തൗബയെ തരണേ അല്ലാ, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. എല്ലാവിധ പാപങ്ങളും പൊറുക്കുന്നവൻ നീയാണ് പടച്ചവനെ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി. ഈ ബൈത്ത് നമ്മൾ ചൊല്ലിയിരിക്കണം.
മറന്നു പോകരുത്. ഇനി അടുത്ത ആഴ്ച ഞാൻ ഓർമ്മപ്പെടുത്തും. ഞാൻ മറന്നുപോയാൽ നിങ്ങൾ മറന്നു പോകരുത്. അതിനുവേണ്ടിയാണ് ഈ ആഴ്ച പറഞ്ഞു വെച്ചത്. എഴുതി വെക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ മുഹറമിലൂടെ താസുആഇന്റെയും ആശൂറയിന്റെയും സുന്ദരമായ ദിനരാത്രി, അതിന്റെ മഹത്വം ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്യണം. മുഹറം 9 10 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നാളെ നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു അത്ഭുതത്തിന്റെ സ്വലാത്താണ്. വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കലാണ്. മഹാനാകുന്ന നമ്മുടെ എല്ലാം സൂഫിയാക്കളുടെ നേതാവാകുന്ന മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവൻ പഠിപ്പിച്ചൊരു സ്വലാത്തുണ്ട്. മഹാന്റെ ശിഷ്യഗണങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത, ആ മഹാനുഭാവൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത അത്ഭുതത്തിന്റെ സ്വലാത്ത്. ഈ സ്വലാത്ത് ഒരാൾ 1000 വട്ടമോ അതല്ല 313 വട്ടമോ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് കൊടുക്കുമെന്നാണ് അനുഭവങ്ങളിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഒന്നുകിൽ 1000 വട്ടം, അതല്ലെങ്കിൽ 313 വട്ടം. നമ്മൾ തിരക്കുള്ളവരാണ്, അതിൽ കുറയാണ്ടോ? വളരെ ചെറിയ സ്വലാത്താണ്. നമുക്ക് കഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുള്ളൂ. ഈ സ്വലാത്ത് ഒരു 313. സാധാരണ വെള്ളിയാഴ്ച സ്വലാത്തുകൾ എണ്ണം പിടിച്ചിരിക്കുന്ന മഹാരഥരമാകുന്ന ആശിക്യങ്ങൾ, മുത്തനബി തങ്ങളുടെ ആശിക്യങ്ങൾ, ഒരു മുഹബ്ബീങ്ങൾ 300 എണ്ണമാണ്. അപ്പോൾ 313 ബദരീങ്ങളുടെ എണ്ണം 313 എണ്ണം നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടെന്ന് മഹാരഥനാകുന്ന അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആഗ്രഹമില്ലാത്ത നമ്മൾക്ക് എത്ര വരെ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വീടില്ല, മക്കളില്ല, രോഗമാണ്, കടമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഇതിനെല്ലാം പരിഹാര ദുആയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിന്റെ വജ്രായുധമാണ് ദുആ. ആ ദുആ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന സ്വലാത്ത് 1000 വട്ടം ചൊല്ലിക്കോ, അല്ലെങ്കിൽ 313 വട്ടം ചൊല്ലിക്കോ. നിങ്ങളുടെ വിഷമങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ ഭാരം, അതിന്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾ എണ്ണം തീരുമാനിക്കാം. അത് ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. രണ്ടാമത്തെ നേട്ടം, ഈ സ്വലാത്ത് ചൊല്ലിയാൽ എല്ലാ രോഗങ്ങൾക്കും ശമനാണ്. രോഗശമനം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകൂല, സിഹ്റേക്കൂല, കണ്ണേറുകളേക്കൂല. ഇതൊരു കവചമാണ് എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. സിഹ്ർ സത്യമാണ്, കണ്ണേറ് സത്യമാണ്, വിളിദോഷം സത്യമാണ്, അല്ലേ? അതങ്ങനെയാണ്, അത് സത്യമുള്ള കാര്യമാണ്. വിധങ്ങൾക്ക് പോലെ സിഹ്റേറ്റു എന്നാണ് നമ്മളാരും പറയാനുണ്ടോ? അപ്പൊ അതിനെല്ലാം ഒരു കവചം ഈ സ്വലാത്താണ്. മൂന്നാമത്തത്, മഹാരഥന്മാരാകുന്ന നടന്നുപോയ വഴികളിൽ കനൽപദങ്ങളിൽ കനകശോഭ തീർത്ത മഹാരഥന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ വെറുതെന്ന് പറഞ്ഞാൽ മുടങ്ങാതെ നിത്യമായി ചൊല്ലിയിരുന്ന ഒരു സ്വലാത്താണ്. അതായത് ഔലിയാക്കന്മാരുടെ പ്രധാനപ്പെട്ട ദിക്റ്, പ്രധാനപ്പെട്ട ഒരു വിറുതായി, ഒരു ഔറാദായി എല്ലാ ദിവസവും ചൊല്ലിയിരുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഏതാണ് സ്വലാത്ത്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി യാ ഹബീബല്ലാഹ്. നൂടി കേട്ടോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി യാ ഹബീബല്ലാഹ്. ഒന്നുകൂടി ചൊല്ലിക്കോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി യാ ഹബീബല്ലാഹ്. ഈ സ്വലാത്ത് എല്ലാവർക്കും അറിയാം. സ്വലാത്തുൽ ഹുളൂർ എന്ന പേരുണ്ട് ഈ സ്വലാത്തിന്. ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദ്, അള്ളാഹു ആരോഗ്യം ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദ് എല്ലാ പ്രസംഗ വേദികളിലും ആവേശം കൊള്ളിക്കുന്ന സ്വലാത്താണ്, അല്ലേ? അസ്സലാത്തു വസ്സലാമു ചൊല്ലുമക്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കും. ഈ സ്വലാത്ത് അധികമായി ചൊല്ലിപ്പിച്ചിരുന്നു. കാരണം എന്തേ? മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പഠിപ്പിച്ചു കൊടുത്ത, മഹാന്മാര് ചേർത്തു പിടിച്ച അത്ഭുതത്തിന്റെ പാരമ്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഹുളൂർ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനലിലെ ഉമ്മമാർക്ക് എന്നുള്ള സമ്മാനമാണ് ഈ മുഹറമിലെ ആദ്യ വെള്ളിയാഴ്ച പകലിന്റെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം സ്വലാത്തുൽ ഹുളൂർ. സിഹ്റേക്കൂല, കണ്ണേറേക്കൂല, ബുദ്ധിമുട്ടില്ല. അള്ളാഹു നമുക്ക് ദുആക്ക് ഇജാബത്ത് തരുന്ന, മഹാന്മാരുടെ പൊരുത്തം കിട്ടുന്ന അത്ഭുതത്തിന്റെ സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. അതിലേറെ മുത്തനബി തങ്ങളുടെ ഷഫാഅത്ത് കിട്ടുന്ന, സ്വർഗം കിട്ടുന്ന അത്ഭുതത്തിന്റെ സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇത് ഏറ്റെടുക്കിൻ, ഇത് ചൊല്ലിൻ. അതോടൊപ്പം നേരത്തെ പഠിച്ച
ബൈത്ത് നിങ്ങൾ മറന്നു പോകരുത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയം ഉള്ളതുകൊണ്ട് ഞാൻ നീട്ടിപ്പറത്തി പറയണില്ല, കുറെ വിശദീകരിച്ച് നിങ്ങളെ സമയം കളയണില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് രാവിലെ വൈകുന്നേരം ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്ന ആത്മീയ മജ്ലിസ്, അൽഹംദുലില്ലാഹ് ഹദ്ദാദ് റാത്തീബും തിബ്ബുസ്സലാത്തും അതുപോലെ അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെയായി മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് രാത്രി 9 മണിക്കാണ് ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ വിനീത നേതൃത്വം കൊടുക്കുന്ന മജ്ലിസാണ്. ആ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ മജ്ലിസിൽ പങ്കെടുക്കുക. താഴെ കാണുന്ന ലിങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ചാനലിന്റെ ലിങ്ക് ഉണ്ടാകും. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹ് പ്രദാനിക്കുമാറാകട്ടെ. നിങ്ങളുടെ ദുആയിൽ വിനീതനെ കൂടി ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഈ പരസ്പര ബന്ധം ഈ ഇൽമിന്റെ മജ്ലിസ് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയുന്ന തരത്തിലേക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മൺമറഞ്ഞു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.